ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താണ് കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം? കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾ വേറെ ആരെയും വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആരെയും, എന്നെയും വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും വിശ്വസിക്കുക. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുക. വേറെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. മനുഷ്യൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ നശിക്കും, നിങ്ങളുടെ പൂർവികരുടെ ശാപം നിങ്ങളെ നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടില്ല, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങളെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു എന്ത് പറഞ്ഞു എന്ന് മനസ്സിരുത്തി വായിക്കണം നിങ്ങൾ. അതായത് ഈശോ പുതിയ നിയമത്തിൽ എന്ത് പറഞ്ഞു അത് മനസ്സിരുത്തി വായിക്കണം. മനസ്സിരുത്തി വായിച്ചിട്ട് യേശു പറഞ്ഞതും യേശുവിൻ്റെ അപ്പസ്തോലന്മാർ പറഞ്ഞതും വിശ്വസിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. പഴയ നിയമത്തെ നമ്മൾ നിസ്സാരമാക്കണം എന്നല്ല, മറിച്ച് യേശുവിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാവൂ. യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പഴയ നിയമം വിശ്വസിക്കരുത്. അതായത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, നിന്റെ പാപം നിന്നെ വേട്ടയാടും. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. യേശുവിനെ മാറ്റി നിർത്തി ഈ വാക്യം വിശ്വസിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മുടെ ജീവിതത്തിൽ പാപം, നമ്മൾ ചെയ്ത ഒരു പാപം നമ്മളിനി എന്തെല്ലാം അനുഭവിച്ചാലും നമ്മളെ വേട്ടയാടും. എന്നാൽ യേശുവിനെ നോക്കിയാൽ യേശു പറയും, നിനക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എല്ലാ നീതിയിൽ നിന്നും ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. അപ്പോൾ കണ്ടോ, അത് മാറി. അത് ഈ ന്യൂ ടെസ്റ്റമെന്റിൽ മാറി. അതുപോലെ തന്നെ റോമാലേഖനം 8:1 യേശുവിൻ്റെ ആത്മാവ് പൗലോസിലൂടെ പറയും, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്നത് ക്യാൻസലായി. യേശുവിൻ്റെ കണ്ണുകളിലൂടെ അല്ലാതെ പഴയ നിയമം വായിച്ചാൽ നിങ്ങൾ ഫരിസേയരായിട്ട് മാറും. യേശുവിൻ്റെ കണ്ണുകളിലൂടെ അല്ലാതെ പഴയ നിയമം വായിച്ചാൽ നിങ്ങളിൽ ഭയം ഉണ്ടാവും. യേശുവിൻ്റെ കണ്ണുകളിലൂടെ വായിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് യേശുവിൻ്റെ കണ്ണിലൂടെ എല്ലാം കാണണം. പഴയ നിയമത്തിലെ ഒരു കാര്യം നിങ്ങൾ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ പറയുകയാണ്, അതായത് നിങ്ങൾ വിഗ്രഹാരാധന നടത്തിയാൽ 3-4 തലമുറയെ ഞാൻ ശിക്ഷിക്കും. വചനമാണ് അത്, കർത്താവ് പറഞ്ഞ വചനമാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശ് മരണത്തിന് മുമ്പാണത് പറഞ്ഞത്. കുരിശ് മരണത്തിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു, മരത്തിൽ ശപിക്കപ്പെട്ടവനെ പോലെ തൂങ്ങിക്കിടന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം അത് വായിക്കുമ്പോൾ ഇത് ക്യാൻസലായി. പിടികിട്ടുന്നുണ്ടോ? അത് വായിക്കാതെ ഇത് വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുത്. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഇതാണ് സഭയുടെ പ്രബോധനം. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ പഴയ നിയമം വായിക്കാവൂ. എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്? ഇവിടെ കർത്താവ് പറയാണ്, എന്തായിരുന്നു നിങ്ങളുടെ തെറ്റ്? നിങ്ങൾ വിശ്വസിച്ചില്ല. ഇതാണ് തെറ്റ്. എന്നോട് വായിച്ചേ. എങ്കിലും 32-ാം വാക്യം, എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന്
നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾ നോക്കിയത്, നിങ്ങളിതൊക്കെ കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടില്ലെങ്കിൽ ഇത് പറ, ഇത് വിശ്വസിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെ താമസിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ നീ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് വീടുണ്ടാവാതിരിക്കാൻ തരവില്ല. വീടുണ്ടായേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ പിതാവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഭൗതിക വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്താ നമ്മൾ പറയുന്ന നമ്മുടെ മുദ്രാവാക്യം? എഫേസ്യോസ് 3:20-21 എന്താണ്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം. വായിച്ച 32, എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ. ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് വായിച്ചു, ഇത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം വായിച്ചേ പറ്റൂ. വായിച്ചു. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ച് അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയും. ഇങ്ങോട്ട് നോക്കിയേ. കർത്താവ് ഇവിടെ പറഞ്ഞോ, ഇടാ നിങ്ങൾ പാറയുടെ അടുത്ത് വെച്ച് പിറുപിറുത്തത് കൊണ്ട്, നിങ്ങൾ മന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ വൃത്തികെട്ട വർത്താനം അവിടെ നിന്ന് സംസാരിച്ചോണ്ട്, നിങ്ങൾ അവിടെ പോയി അവിടെ ഏതാണ് പെയോറിൽ ചെന്നിട്ട് അന്യദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് വ്യഭിചാരം ചെയ്തതുകൊണ്ട് ഒറ്റ ഒരുത്തം പോലും, അങ്ങനെയാണോ പറഞ്ഞേ? നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ എണ്ണത്തെ ഞാൻ കേട്ടില്ല, അങ്ങനെയാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ പോയി അത് കൈവശപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചില്ല. 1 പത്രോസ് 5:6 മുതൽ വായിക്കേ. 1 പത്രോസ് 1 Peter chapter 5 verse 6 onwards വായിച്ചേ. 1 പത്രോസ് 5:6 മുതൽ വായിക്കേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വായിക്കുക. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇത് കള്ളാണോ? കള്ളല്ല, ഇത് സത്യമാണ്. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അവൻ അലറിക്കൊണ്ട് നടപ്പുണ്ട്, അത് സത്യമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ നേരിട്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്. കേൾക്കുന്നുണ്ടോ ഇത്? അല്ലാതെ കാനാനിൽ മല്ലന്മാരില്ലെന്നോ, കാനാനിൽ അനാക്കിമിൻ്റെ മക്കളില്ലെന്നോ, അവരുടെ കയ്യിൽ വാളില്ലെന്നോ, അവർക്ക് വെട്ടാൻ ബലമില്ലെന്നോ, അവർ ദുർബലരാണെന്നോ, അവർ പേടിത്തൊണ്ടന്മാരാണെന്നോ, അവർ വിറച്ചോണ്ടിരിക്കുകയാണെന്നോ ഒന്നുമല്ല ഈ പറയുന്നത്. അവരെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അവരെ സൃഷ്ടിച്ചവൻ നിന്റെ അകത്തുണ്ട്. ഇതിൽ എന്താണ് നീ വിശ്വസിക്കുന്നത്? അതാണ് നിന്റെ തലവരെ തീരുമാനിക്കാൻ പോകുന്നത്. എന്താണ് നീ വിശ്വസിക്കുന്നത്? പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടപ്പുണ്ട് ഇല്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ പിശാചിനെ സൃഷ്ടിച്ച ദൈവം നിന്റെ അകത്തു ഇരിപ്പുണ്ട്. ശക്തി ആർക്കാണെന്ന് നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. വായിച്ച ഇനി പഴയ നിയമത്തിലേക്ക് വാ. നിയമാവർത്തന പുസ്തകത്തിൽ വായിക്കാം. ഈ ദുഷിച്ച തലമുറയിലെ വാക്യം 35 നിങ്ങൾ വായിച്ച ഉച്ചത്തിൽ. ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും
നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലെബ് മാത്രം അത് കാണും. അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. നീയും നിന്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. 39 ഉറക്കെ വായിക്കണം, ഉറക്കെ, സർവശക്തിയോടെ വായിച്ചേ. എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. സമം ശിശു മാമോദീസ. മനസ്സിലായോ? എട്ടും പൊട്ടും തിരിയാത്ത നിന്റെ കുഞ്ഞിൻ്റെ മേൽ ഞാൻ ആ ശക്തി അയക്കും. നിങ്ങളാകട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി 38 കൊല്ലം അലഞ്ഞോളുക. അവിടെ പോയി ശാപം ഒഴിക്കാൻ നോക്കി, ഇവിടെ പോയി ശാപം ഒഴിക്കാൻ നോക്കി, അവിടെ പോയി പിശാചിനെ ഓടിക്കാൻ നോക്കി, ഇവിടെ പോയി പിശാചിനെ ഓടിക്കാൻ നോക്കി, പിന്നെ അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്ത് ആ മലയിലും കയറി ഈ മലയിലും കയറി, പിന്നെ ആജീവനാന്തം പരിഹാരം ചെയ്ത് നിങ്ങൾ 38 കൊല്ലം അലഞ്ഞോ മക്കളെ? അലഞ്ഞു നടന്നു. ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. എട്ടും പൊട്ടും തിരിയാത്ത കുറെ മണ്ടം പിള്ളാര് നിങ്ങൾക്ക് മുമ്പേ 10-15 ദിവസം കൊണ്ട് കാനാനിലെത്തും. നിങ്ങൾ അപ്പോഴും നിങ്ങൾ പുതിയ ധ്യാന കേന്ദ്രങ്ങളുണ്ടോന്ന് അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടിരിക്കും. വിശ്വസിക്ക്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പാതി വഴിക്ക് കളഞ്ഞിട്ട് പോകുന്നൊരു ദൈവമല്ല. നിനക്ക് മാമോദീസ ദൈവം തന്നെങ്കിൽ നിന്നെ കർത്താവ് കയ്യിലെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇനി മാമോദീസ തന്നാൽ പ്രത്യേകമായിട്ട് നിന്നെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. ചങ്കിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മൾ യേശുവിൻ്റെ അകത്താണ്. അങ്ങനെയുള്ള നിന്നെ ദൈവം ശാപത്തിന് വിട്ടുകൊടുക്കുമെന്ന് നീ വിചാരിക്കുന്നോ? ഇല്ല. ഇത് നീ വിശ്വസിക്കണം. അതാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഞാൻ ഒരു 10-25 കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി പിന്നെ പറഞ്ഞുതരാം. 7 ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ ദിവസവും കിട്ടും ഇങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഒന്ന് വലതുകരം ഉയർത്തി ഉച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നു, ഇത് വിശ്വസിക്കാത്തൊരു വ്യക്തി ഇത് വിശ്വസിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് അടുത്തത് പറയുന്നത്. അപ്പൊ ഇത് കേട്ട ഉടനെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കേട്ട ഉടനെ അവർ കർത്താവിനെ ആശ്രയിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നു. ശത്രുക്കൾ അവരെ തുരത്തി ഓടിച്ചു. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ യുദ്ധം ചെയ്യുന്നത് കർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. കർത്താവാണ് യുദ്ധം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, കർത്താവാണ്. നമ്മുടെ ജോലി എന്താണ്? നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുക, എപ്പോഴും ചേർന്നിരിക്കുക. ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അതായത് ഇവിടെ പരിസരത്തുള്ളവരെല്ലാം കേൾക്ക്. ഇവിടെ വിശുദ്ധ കുർബാന, ഈ സക്രാരിയിൽ വിശുദ്ധ കുർബാന ഉണ്ട്. 365 ദിവസവും ഉണ്ട്. ഇത് പൂട്ടാറില്ല. മനസ്സിലായി? ഈ കെട്ടിടം പൂട്ടാറില്ല, തുറന്നു കിടക്കാണ്. രാത്രിയും തുറന്നു കിടക്കാണ്, പകലും തുറന്നു കിടക്കാണ്. കള്ളന്മാരുടെ ശ്രദ്ധയ്ക്ക്, രാത്രിയും തുറന്നു കിടക്കാണ്, പകലും തുറന്നു കിടക്കാണ്. ഇത് പൂട്ടാറില്ല. ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ട്? പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അനേകം നാളുകളായിട്ട് അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം കാണിച്ചു തന്നൊരു സ്ഥലമാണിത്. ആണോ? ആണ്. ഇവിടെ ഒരുപാട് പ്രാർത്ഥന വീണിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ കൃപയും ശക്തിയും അഭിഷേകവും വീണിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിൽ ഒരു ആരാധന ചാപ്പലുണ്ട്. അവിടെ എപ്പോഴും 365 ദിവസവും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ പരിസരത്തുള്ള ആളുകൾ ഒറ്റ കാര്യം ചെയ്യാവോ? ഒറ്റ കാര്യം. ദൈവം 2 കിലോമീറ്റർ നടന്നാലേ, വണ്ടി ഓടിച്ചാലേ, ഒരു ഓട്ടോ വിളിച്ചാൽ ഇവിടെ വരാൻ പറ്റുന്നവർ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ചുമ്മാ വന്ന് ഇവിടെ ഇരിക്കണം. വെറുതെ ഒന്നും പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. ദൈവം ഇതൊന്നും പ്രാർത്ഥിക്കരുത്. വെറുതെ വന്നിരിക്കണം. വെറുതെ ചുമ്മാ വന്നിരിക്കണം. അങ്ങനെ വന്നിരുന്നിട്ട്
ഇത് വിശ്വസിക്കണം. എന്തെന്നറിയാമോ? കർത്താവേ, ഞാൻ നിൻ്റെ അകത്താണ്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം നിൻ്റെ പ്രശ്നങ്ങളാണ്. അതെ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചലഞ്ച് ചെയ്യാണ്, നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. 1 മാസം വാ, 1 മാസം ഇവിടെ വന്നിരി, ഒരക്ഷരം പ്രാർത്ഥിക്കരുത്. ഇത് വിശ്വസിക്കണം, അത് മാത്രം ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇരിക്കുക, തുറന്നിട്ടിരിക്കുക. 365 ദിവസവും തുറന്നിട്ടിരിക്കുക, ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ട് ഒറ്റ മാസം നീ ഇത് വിശ്വസിച്ച് ഇവിടെ ഇരുന്നിട്ട് നിന്റെ കേസ് റെഡിയായില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം. ഞാൻ ചലഞ്ചാണിത്, ചലഞ്ച്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വിചാരിക്കുന്ന വഴിയിലാവണമെന്നില്ല പരിഹാരം, പക്ഷേ പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് എഴുതട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇതങ്ങ് ഉറക്കട്ടെ. ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ മറക്കരുത്. അപ്പോൾ അതാണ് മോശ അവരോട് പറയുകയാണ്, നിങ്ങളിനി വേറൊരു രാജ്യത്ത്, വേറൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയേ, ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, ഞാനൊരു കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് എന്തിനാണ് ഇതെല്ലാം കൂടെ പറയുന്നത്? എന്താണ്? ഹാബേലിൻ്റെ കുഞ്ഞാടും നോഹിൻ്റെ കാഴ്ചയും അബ്രാഹാമിൻ്റെ ബലിയർപ്പണവും പോലെ കർത്താവെ ബലി, ഇതെല്ലാം എന്തിനാ പറയുന്നേ? കർത്താവെ, ദേ ഞങ്ങളുടെ ബലി സ്വീകരിക്കണം, അങ്ങനെ പറഞ്ഞാൽ പോരെ? ഈ പണ്ടത്തെയും പഴയതുമല്ല എന്തിനാ ഈ പറയുന്നേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ കുർബാനയിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഉദാഹരണത്തിന് കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിൻ്റെ ദൈവിക സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി അതമ്പതിച്ചു പോയ ഞങ്ങളെ പുനരുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു, അല്ലേ? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. നിൻ്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കി ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതമ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. എന്തോ ആവട്ടെ, ഈ പാടാതൊരു ഇതെല്ലാം കൂടെ എന്തിനാ പറയുന്നേ? ഇതെല്ലാം എന്തിനാ പറയുന്നേ? അതാണ് പരിശുദ്ധ സഭയുടെ ആരാധനയുടെ പ്രത്യേകത. അതാണ് എന്താ പറയുക? സഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ, കർത്താവെ, ചാക്കോസിന് ഇതാ നിന്നെ സ്തോത്രം ചെയ്യുന്നു, നീ അതൊന്നല്ല. സഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ ആദം മുതൽ ക്രിസ്തു വരെ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അത് മുഴുവൻ ഓർത്ത് പറഞ്ഞ് ആരാധിക്കുന്ന ആരാധനയാണ് സഭയുടെ ആരാധന. അല്ലാതെ ചാക്കോച്ചന് ഇതാ സ്തോത്രം ചെയ്യുന്നു, ഇതാ നീ വരട്ടെ, അങ്ങനൊന്നുമല്ല. ചാക്കോച്ചനും പൊന്നച്ചനും ചെയ്തതെന്ന് ഇവിടെ വിഷയമല്ല, കർത്താവ് ചെയ്താണ് വിഷയം. മനസ്സിലായോ? കർത്താവ് ചെയ്തത്. കർത്താവേ, നീ ചെയ്തു, നീ മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു, ഞങ്ങളുടെ മർത്യ സ്വഭാവം സ്വീകരിച്ചു, ഞങ്ങളെ നീ പുനരുദ്ധരിച്ചു, അതമ്പതിച്ചു പോയ ഞങ്ങളുടെ ജീവനെ നീ പുനരുദ്ധരിച്ചു. എന്താവട്ടെ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകി, എന്താവട്ടെ, അതെല്ലാം ചെയ്തു. അതെല്ലാം ചെയ്തു കർത്താവേ. ഇതാണ് സഭയുടെ ആരാധനാ രീതി. അതുകൊണ്ട് മോശ പറയുകയാണ്, നിങ്ങളിതൊന്നും മറന്നു പോവില്ല കേട്ടോ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു, സഭയിലൂടെ ഇങ്ങനെ ചെയ്തു, ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണ്, അതാണ് സഭയുടെ ആരാധനാ രീതി. അടുത്തത് മോശ പറയുകയാണ്, വിഗ്രഹാരാധന പാടില്ല. ഞാൻ വേഗം പറഞ്ഞു തീർക്കാം, ഇത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹോറബിൽ വെച്ച് ദൈവം ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. വേഗം എടുത്തേ, നിയമാവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം വായിക്കേ. നിയമാവർത്തനം 4-ാം അധ്യായം 15 വായിച്ചേ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ, ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ
ആകാശത്തിലുള്ള ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി. അപ്പൊ വിഗ്രഹം ഉണ്ടാക്കാൻ പോലും പാടില്ല. കേട്ടോണം, വിഗ്രഹം. അപ്പോഴാണ് ദേ മാതാവിൻ്റെ സ്റ്റാച്യു, യൗസേപ്പ് പിതാവിൻ്റെ സ്റ്റാച്യു, അന്തോണീസിൻ്റെ സ്റ്റാച്യു, അൽഫോൻസാമയുടെ സ്റ്റാച്യു. ഇത് വചനവിരുദ്ധമല്ലേ? അതാണ് ചോദ്യം. ഇത് കാരണം എന്താണ്? ഒന്ന് പാർട്ട് 1, ഇത് 2-3 പാർട്ടായിട്ട് മനസ്സിലാക്കണം. പാർട്ട് 1, വിഗ്രഹം ഉണ്ടാക്കാനേ പാടില്ല, ആണിൻ്റെയോ പെണ്ണിൻ്റെയോ. അപ്പൊ യൗസേപ്പ് പിതാവിൻ്റെയും പറ്റില്ല, മാതാവിൻ്റെയും പറ്റില്ല. അങ്ങനാണോ ഇതിൻ്റെ അർത്ഥം? അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കാൻ ഒന്നുകൂടെ വായിക്കണം. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ, ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്. വൈ? നിങ്ങൾ കർത്താവിൻ്റെ രൂപം കണ്ടിട്ടില്ല. വിഗ്രഹം ഉണ്ടാക്കരുത്. വൈ? കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഊഹിച്ചിട്ട് ഉണ്ടാക്കരുത്. ശ്രദ്ധിക്കുക, ഇത് ഓൾഡ് ടെസ്റ്റമെന്റ്. ന്യൂ ടെസ്റ്റമെന്റിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം, 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം, ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടില്ല. അങ്ങനെയാണോ? ഞങ്ങളത് അപ്പം നമ്മൾ ഉണ്ടാക്കും. കാരണം എന്താണ്? ഞങ്ങൾ കണ്ടു. നിങ്ങൾ ഉണ്ടാക്കരുത്. വൈ? നിങ്ങൾ കാണാത്തവരൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങളുടെ കർത്താവിനെ കണ്ടവരാണ്. ഞങ്ങൾ പറയുന്നത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭയാണ്. 100 കൊല്ലം കൊണ്ടുണ്ടായ സഭയിലെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. 2000 കൊല്ലമായിട്ട് ഞങ്ങൾ ഇത് കണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. വ്യക്തമായോ? 100 കൊല്ലം കൊണ്ടുണ്ടായ സഭയ്ക്ക് ഉണ്ടാക്കാൻ അനുവാദം ഇല്ല. കാരണം അവര് കണ്ടിട്ടില്ല. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ഔദ്യോഗികമായ കൈവപ്പിലൂടെ അപ്പസ്തോലിക അധികാരം കൈമാറപ്പെട്ട സഭ അവളുടെ മണവാളനായ കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് രൂപങ്ങൾ വെക്കുന്നത്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ന്യായം മനസ്സിലായോ? കണ്ടിട്ടില്ലാത്തവരുണ്ടാക്കരുത്. എന്നാൽ കർത്താവിൻ്റെ രൂപം, മാതാവിൻ്റെ രൂപം, പരിശുദ്ധ അമ്മയുടെ പെയിൻറ്റിങ് പടം ആദ്യമായിട്ട് വരച്ചത് ലൂക്കാ സുവിശേഷകനാണെന്നാണ് സഭയുടെ പാരമ്പര്യം. അതായത് പല ആളുകളും പറയും, ഇപ്പം നിങ്ങൾ രൂപം ഉണ്ടാക്കുന്നു, ബൈബിളിൽ ഇതൊന്ന് കാണിക്കേ. അല്ലെങ്കിൽ നിങ്ങൾ കുർബാന ചൊല്ലുന്നു, ബൈബിളിൽ ഒന്ന് കാണിക്കേ. പൗരോഹിത്യം ബൈബിളിൽ കാണിക്കുക. യേശു പൗരോഹിത്യം സ്ഥാപിച്ചു, വാക്യം കാണിക്കേ. അതല്ലേ പ്രശ്നം? യേശു പൗരോഹിത്യം സ്ഥാപിച്ചു, വാക്യം കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പള്ളി വെക്കുന്നു, അല്ലെ നിങ്ങൾ കുരിശിനെ വണങ്ങുന്നു, വാക്യം കാണിക്കും. കുരിശിനെ വണങ്ങാൻ എവിടാണ് വാക്യം? അതാണല്ലേ പ്രശ്നം. ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ് ദിസ് ഈസ് ദ പ്രോബ്ലം. അതായത് നമ്മൾ തിരുസഭ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളില്ല. അതല്ലേ പ്രശ്നം. കുരിശിനെ വണങ്ങണം, ബൈബിളിൽ വാക്യമുണ്ടോ? ഉണ്ടോ?
എങ്കിൽ എൻ്റെ ചോദ്യം, ചോദ്യം ഇത്രയേ ഉള്ളൂ, ലളിതമായ ചോദ്യമാണ്, സിമ്പിളാണ് ചോദ്യം, വളരെ സിമ്പിളാണ് ചോദ്യം. അതായത് സഭയിലെ എല്ലാ കാര്യങ്ങളും ബൈബിൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്ന വാക്യം കാണിക്കൂ, തിരിച്ചു കാണിക്കൂ. തിരുസഭ ഇനി മുതൽ വാക്യം അനുസരിച്ചാണ് എല്ലാം ചെയ്യേണ്ടത്, അങ്ങനെ വാക്യം കാണിക്കൂ. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, സഭായോഗത്തിന് പോകുമ്പോൾ വെള്ളയും ധരിക്കണം, വാക്യം കാണിക്കൂ. മീശ വടിക്കാനുള്ള വാക്യം കാണിക്കൂ. ഫുൾ കൈ ഷർട്ട് ഇടാനുള്ള വാക്യം കാണിക്കൂ. വളവള പറയരുത്, വാക്യം കാണിക്കൂ. എൻ്റെ പ്രശ്നം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് വളരെ ശ്രദ്ധിക്കണം, സഭയുണ്ടായത് ബൈബിൾ അനുസരിച്ചല്ല, ബൈബിൾ ഉണ്ടായത് സഭയ്ക്കകത്താണ്. സീ ദ ഡിഫറൻസ്? സഭ, അതായത് കർത്താവ് അപ്പസ്തോലന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കുറിച്ച് ഒരു പുസ്തകം എഴുതിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ ദാണ്ട്രാ പുസ്തകം റെഡി ആയിരിക്കുന്നു, ബൈബിൾ പുസ്തകം, 73 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ ഇതാ റെഡി ആയിരിക്കുന്നു, നിങ്ങൾ വേഗം ചെന്ന് ഈ പുസ്തകം അനുസരിച്ച് ഒരു സഭയുണ്ടാക്കൂ. അങ്ങനെ ഉണ്ടായതാണോ സഭ? അല്ല. ശ്രദ്ധിക്കണം, ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല, സഭയുണ്ടായിരുന്നുള്ളൂ. ആ സഭ 2000 വർഷമായിട്ട് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആ വിശ്വാസത്തിന്റെ പേരാണ് പാരമ്പര്യം. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചൊല്ലി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കകത്താണ് ബൈബിൾ എഴുതപ്പെട്ടത്, മനസ്സിലായോ? അല്ലാതെ പുസ്തകം അനുസരിച്ചല്ല സഭയുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ സേക്രഡ് ട്രഡീഷൻ എന്ന് വിളിക്കുന്നത്, വിശുദ്ധ പാരമ്പര്യം. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ, എഴുതപ്പെടാത്ത പാരമ്പര്യമാണ് സഭയുടെ മറ്റെല്ലാ പൈതൃകങ്ങളും. എഴുതപ്പെട്ട പാരമ്പര്യം, അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ബൈബിളാണ് പാരമ്പര്യം, എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഇത് മാത്രം, ഈ പുസ്തകത്തിലുള്ളത് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് സഭയുണ്ടാക്കിയതല്ല. നമുക്ക് പിടികിട്ടിയോ? അതുകൊണ്ട് നിങ്ങൾ സഭ അനുവർത്തിക്കുന്ന ഒരു കാര്യത്തിനും ആർക്കും ഒരു വാക്യവും കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. മനസ്സിലായോ? അതായത് അവർ പറയുന്ന ഈ ബൈബിൾ പോലും അവർക്ക് കൊടുത്തത് സഭയാണ്. മനസ്സിലായോ? എന്നിട്ട് ഈ പുസ്തകം എടുത്ത് വെച്ചിട്ട് പറയാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാന്ന്. എടാ, ഈ പുസ്തകമേ ഇറങ്ങിയത് ഈ കമ്പനിയിൽ നിന്നാണ്. മനസ്സിലായോ? ഈ കമ്പനിയിൽ നിന്നാണ് ഈ പുസ്തകം ഇറങ്ങിയത്. എന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് പറയാണ് കമ്പനി മുടിഞ്ഞു കിടക്കുകയെന്ന്. അതുകൊണ്ട് ചുമ്മാ അതും ഇതിലും വഴിയെ പോകുന്നത് പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. സഭ 2000 വർഷത്തെ പൈതൃകമുള്ള തിരുസഭ, അപ്പസ്തോലിക കൈവപ്പ് ഓരോ കാലഘട്ടത്തിൽ കൈവപ്പ് അങ്ങനെ കിട്ടിയ സഭ. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിച്ച പറഞ്ഞില്ലേ, യോഹന്നാന്റെ ശിഷ്യൻ പോളികാർപ്പ്, മറന്നുപോയി, പോളികാർപ്പിന്റെ ശിഷ്യൻ ഐറേനിയസ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ അടുത്ത ആള് ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകളുടെ ലീഡർഷിപ്പിൽ എത്തി നിൽക്കുന്നു. ഔദ്യോഗിക കൈവപ്പ്, ഒരു മെത്രാനിൽ നിന്ന് വേറൊരു മെത്രാനിലേക്ക് കൈവപ്പ് വഴി പകർന്നു കിട്ടപ്പെട്ട അപ്പസ്തോലിക കൂട്ടായ്മയാണ് സഭ. ഇന്നലെ മുളച്ച തകരകളെ സഭയെന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മഴ പെയ്തപ്പോൾ 4 കാട് കളിച്ചു, അതിനെ സഭയെന്ന് വിളിക്കാൻ പറ്റില്ല. സഭയെന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ വഴിക്ക് അവിടുന്ന് വരണം. നിങ്ങൾ ഇന്ന് കാണുന്ന 33,000-ത്തിലധികം പെന്തക്കോസ്ത് സഭകളുണ്ട് ലോകത്ത്. 33,000-ത്തിൽ-അധികം. കൂടിയാലേ ഉള്ളൂ, കുറയില്ല. കുറഞ്ഞാൽ ഞാൻ പരിഹാരം ചെയ്യാൻ തയ്യാറാണ്, കുറയില്ല. നിങ്ങൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ 33,000-ത്തിലധികമേ ഉള്ളൂ, കുറയില്ല. അത്രയും പെന്തക്കോസ്ത് സഭകൾ ലോകത്തുണ്ട്. പക്ഷെ പരിശുദ്ധ സഭ ഒന്നേ ഉള്ളൂ.
മനസ്സിലായോ? അത് ഇന്ന സഭയാന്ന് ഞാൻ പറയുന്നില്ല. പരിശുദ്ധ സഭ ഒന്നേ ഉള്ളൂ, ഒറ്റ സഭ. അതാണ് കാതോലികം, ശ്ലൈഹികം, ഏകം, വിശുദ്ധം എന്ന് പറഞ്ഞാൽ സാർവത്രികം, ശ്ലൈഹികം, ഏകം, വിശുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക സഭകൾക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ഒറ്റ വിശ്വാസം. മനസ്സിലായോ? അപ്പസ്തോലിക സഭകൾക്ക് വിശ്വാസത്തിൽ വ്യത്യാസമില്ല, പ്രാക്ടീസുകൾക്ക് വ്യത്യാസം കാണും, വിശ്വാസത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും ഇനി നിങ്ങൾ പറയുകയാണ് ഇന്ന ആൾ പറയുന്ന കാര്യത്തിന് വാക്യം കാണിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം എന്താണ്? ഈ വാക്യം അനുസരിച്ചല്ല സഭയുണ്ടായത്. നമ്മൾ ചെയ്യുന്നതോ അവർ ചെയ്യുന്നതോ ആയ ഒരു കാര്യത്തെയും പൂർണ്ണമായി ന്യായീകരിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് വാക്യങ്ങൾ ബൈബിളിൽ ഇല്ല. പിന്നെ 2000 വർഷമായി ഇടമുറിയാത്ത സഭയുടെ ആ തുടർച്ച, അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സഭ. അതായത് പത്രോസ് വിശ്വസിച്ചതാണ് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ LKGയിലെ കുട്ടിയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വാക്യം കാണിക്കാൻ വേണ്ടി ആരെയും നടക്കുമെന്നും വേണ്ട. ഞങ്ങൾ കർത്താവിൻ്റെ സഭയെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തെ അങ്ങനെ ചൊല്ലുന്നത്. കാതോലികവും ശ്ലൈഹികവും സാർവത്രികവും ഏകവുമായ സഭയിലും ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നതാണോ? വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് ബൈബിൾ എഴുതിയ സഭയാണ്. ഇല്ല അങ്ങോട്ട് പോയൊരുത്തും ബൈബിൾ വ്യാഖ്യാനിച്ചാൽ കാണുന്നില്ല. കേരളത്തിൽ പലയിടത്തും ഓരോരുത്തർ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോന്ന് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനം, ഔദ്യോഗിക ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച്, ടീച്ചിങ് അതോറിറ്റി. അപ്പം സഭ പറയും, ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഒരു തെറ്റ് പഠിപ്പിച്ചാൽ നേരെ അരമനയെന്ന് വിളി വരും ഇവിടെ. മനസ്സിലായോ? ഇവിടെ ഇരുന്ന് ഞാനൊരു തെറ്റ് പഠിപ്പിച്ചാൽ 15 മിനിറ്റ് കഴിയും മുമ്പ് അവിടുന്ന് ഒരു കോള് വരും, ആ പറഞ്ഞത് തെറ്റാണ്, തിരുത്തണമെന്ന്. മനസ്സിലായോ? അല്ലാതെ 33,000 ടീച്ചിങ് പറ്റില്ല, ഒറ്റ ടീച്ചിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ രൂപം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഒന്നാമത്തെ ഉത്തരം കിട്ടിയോ? എന്താണ് ഉത്തരം? നമ്മൾ രൂപം കണ്ടു. നിങ്ങൾ കാണാത്തത് കൊണ്ട് രൂപം ഒന്നും ഉണ്ടാക്കരുത്. ഇത് ഞങ്ങൾ രൂപം കണ്ടു. ഒന്ന്. 2, രൂപം ഒന്നും ഉണ്ടാക്കരുതെന്നായിരുന്നു ദൈവത്തിൻ്റെ ഇൻറ്റൻഷനെങ്കിൽ, ആ വാക്ക് കേൾക്കുക, ഇത് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ രൂപം ഒന്നും ഉണ്ടാക്കരുതെന്നായിരുന്നെങ്കിൽ ആ ദൈവം പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞ് രൂപം ഉണ്ടാക്കാൻ പറയരുതായിരുന്നു. അതാണ് അടുത്ത ഉത്തരം. രൂപം ഒന്നും ഉണ്ടാക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എങ്കിൽ ആ ദൈവം 20-ാം അധ്യായത്തിൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് 25-ാം അധ്യായത്തിൽ ഉണ്ടാക്കാൻ പറയരുതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 25-ാം അധ്യായത്തിൽ പറയാണ് കെരൂബുകളെ ഉണ്ടാക്കാൻ, വാഗ്ദാന പേടകം ഉണ്ടാക്കുക, പിച്ചള സർപ്പം ഉണ്ടാക്കുക. അതെന്നെ ഏർപ്പാടാ. 5 അധ്യായം മുമ്പ് പറഞ്ഞു ഉണ്ടാക്കരുതെന്ന്, 5 അധ്യായം കഴിഞ്ഞ് പറയാം ഉണ്ടാക്കാൻ. നമ്മൾ വല്ലവരുമാണ് പറഞ്ഞെങ്കിൽ കേൾക്കുന്നവൻ എന്നാ പറയും? ഒരുമാതിരി വൃത്തികേട് പറയരുതെന്ന് പറയും. അങ്ങനല്ലേ പറയൂ? അതായത് 15 മിനിറ്റ് മുമ്പ് പറയാണ് രൂപമൊന്നും ഉണ്ടാക്കരുത്, അത് കഴിഞ്ഞിട്ട് പറയാണ് ഉണ്ടാക്കാൻ. മനുഷ്യനെ ഒരുമാതിരി മണ്ടന്മാരാക്കരുത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, കേൾക്കുന്നുണ്ടോ ആവോ? ഉണ്ടോ? അപ്പോൾ അതായത് കർത്താവ് പറയാണ്, നിങ്ങൾ രൂപം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ദൈവം ഇങ്ങനാണെന്ന് വിചാരിച്ച് ഒരു രൂപം ഉണ്ടാക്കരുത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. ദൈവമാതാവായ പരിശുദ്ധ അമ്മയെ കണ്ടു, അപ്പോസ്തലന്മാർ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അവർ വരച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞില്ലേ കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടി രേഖാചിത്രം, ആശയം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇങ്ങനല്ല, മുടി ഇങ്ങനെയായിരുന്നു, മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ഉദ്ദേശം രൂപം ഉണ്ടാക്കരുത് എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് വിചാരിച്ച് തോന്നിയ പോലെ രൂപങ്ങൾ ഉണ്ടാക്കരുത്, അതാണ്. അപ്പം അതുകൊണ്ട്
787 കൂടിയ 7ാം സാർവത്രിക സൂനകദോസ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സഭയിൽ 7 സാർവത്രിക സൂനകദോസ് ഉണ്ട്, എക്യുമെനിക്കൽ കൗൺസിൽസ്. ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ സഭയിൽ, പരിശുദ്ധ സഭയിൽ അതായത് കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, മർത്തോമ, ഈ സഭകളെല്ലാം ഉൾപ്പെടുന്ന ആ വിഭജനത്തിനെല്ലാം മുമ്പ് കൂടിയ കൗൺസിലുകളെയാണ് വിളിക്കുന്നത് എക്യുമെനിക്കൽ കൗൺസിൽസ്, സാർവത്രിക സൂനകദോസുകൾ. അങ്ങനെ കൂടിയ സാർവത്രിക സൂനകദോസ് 7ാമത്തെ സൂനകദോസ് നിക്കിയായിൽ ആദ്യം ഒരു സൂനകദോസ് കൂടി, നിക്കിയായിൽ കൂടിയ 2ാമത്തെ സൂനകദോസാണിത്. അങ്ങനെ AD 787 കൂടിയ നിക്കിയ സൂനകദോസിൽ പിതാക്കന്മാർ പഠിപ്പിച്ചു, സ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നതോ സ്വരൂപങ്ങളെ വന്ദിക്കുന്നതോ വിഗ്രഹാരാധന പാടില്ല എന്ന കൽപ്പനയ്ക്ക് എതിരല്ല, അതുണ്ടാക്കാം. അതിനവർ പറഞ്ഞ ന്യായം എന്താണ്? അവർ പറഞ്ഞ ന്യായം, വചനം മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു, അവനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചോദിക്കുകയാണ്, ഈശോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈശോ ഇങ്ങനെ മുട്ടയടിച്ച ഒരാളായിരുന്നോ? അപ്പോൾ പറയും, ഈശോ അങ്ങനല്ല, ഈശോ മുടിയൊക്കെ വളർത്തി, ഈശോ ഇങ്ങനെ നല്ല നീള കുപ്പായൊക്കെ ഇട്ട്, കർത്താവ് ഇങ്ങനെ നല്ല കാണാനൊക്കെ നല്ല മിടുക്കനായ ഒരു ആളായിരുന്നു. ഈശോയുടെ കയ്യിലൊക്കെ മുറിവുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ വീട്ടിലെ ഇളയ കുഞ്ഞിന് എനിക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ഒരു രൂപ ഉണ്ടാക്കി. പിടികിട്ടുന്നുണ്ടോ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അതായത് ഒരു വ്യക്തി ഒരു ആശയം മനസ്സിലാക്കുന്നത് ചിത്രങ്ങളിലൂടെയാണ്. മുമ്പേ ബാറക്കുമോ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ
ഹൃദയമോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ചൊല്ലി വിളിക്കട്ടെ ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയേ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതിവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച്
ഉച്ചത്തിൽ ഹല്ലേലൂയ 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 ആവർത്തിച്ച് പാടിക്കേ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. എല്ലാവരും അടച്ച് വലിയ അഭിഷേകത്തോടെ ഉച്ചത്തിൽ പാടിക്കേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. പെന്തക്കോസ്താ തിരുനാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്, അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്നും അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം, മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് 2 കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം.
ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങനെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.